ഏതും ആയിക്കോട്ടെ കേട്ടോ. ഇതുപോലെ ഒന്ന് തവ ഫ്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ഹെൽത്തിയാണ്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ വാ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം നമുക്ക് അതിലേക്കുള്ളൊരു മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചെറിയുള്ളി, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്നങ്ങ് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുരുമുളക് പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നങ്ങ് അരച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ദാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മീനിലേക്ക് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളുത്ത അവോലിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. നന്നായിട്ട് തന്നെ അതിലൊന്ന് പുരട്ടിയെടുത്തതിൻ്റെ ശേഷം 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടി മാറ്റി വെക്കണം. അതിനുശേഷം നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, തവ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഒരു പാനിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒന്നങ്ങ് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ടുണ്ടല്ലോ നമുക്ക് ഈ ഒരു ഫിഷ് ഒരു ഭാഗത്ത് നന്നായിട്ടൊന്ന് മസാല ആക്കി കൊടുത്തതിന് ശേഷം ആ ഭാഗം നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ അതിനുശേഷം മറ്റേ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്നങ്ങ് പരത്തി കൊടുക്കുക. അതായത് ഫിഷിൽ നന്നായിട്ട് മസാല ആയിട്ട് വരണം കേട്ടോ. ആ രീതിക്ക് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള മസാല നമ്മൾ അതിൻ്റെ മേലേക്ക് ഒന്നങ്ങ് പരത്തി കൊടുക്കാം. അതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഒരു ഭാഗം വെന്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഇതേപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് തവ ഫ്രൈ ആണ്. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാത്തിൻ്റെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.